ഒരു സിനിമയിൽ വന്ന സസ്റ്റെയിൻ ചെയ്യാൻ എന്ത് വേണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു തരാനോ പറഞ്ഞു തരാനോ എനിക്ക് ആരുമില്ല. അപ്പോൾ ഞാൻ അടുത്ത നെക്സ്റ്റ് പ്രോജക്റ്റ് വരുന്നത് ഞാൻ ചെയ്യും, നെക്സ്റ്റ് ചെയ്യും. പക്ഷെ പിന്നീട് മനസ്സിലായൊരു ഫിനാൻഷ്യൽ ബാക്കപ്പിന് വേണ്ടി മാത്രം പടം ചെയ്തു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിപ്പോവും. പക്ഷെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാനും പറ്റൂല. അപ്പം നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാതെ സിനിമകൾ ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചിങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം എനിക്ക് മെൻ്റലി ഭയങ്കര അപ്സെറ്റായി ഞാൻ. പക്ഷേ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി സിനിമ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ആർട്ടിസ്റ്റിന്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ടെലിവിഷൻ മേഖലയിലേക്ക് തിരിയാന്ന്. ആ സമയത്ത് തന്നെയാണ് ടെലിവിഷൻ മേഖലയിൽ എനിക്ക് ആങ്കറിങ്ങിനൊക്കെ അവസരം വരുന്നത്. അപ്പം ഞാൻ ആങ്കറിങ് ചെയ്തിട്ടൊന്നുമില്ല മുന്നേ, പക്ഷെ ഞാൻ പോയി ചെയ്തു. പക്ഷെ ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയത് ശരിക്കും പറഞ്ഞാൽ ടെലിവിഷനിൽ വന്നിട്ടാണ്. ശരി. അപ്പം ഞാൻ തീരുമാനിച്ചു ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി എനിക്ക് ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി എനിക്ക് നല്ല പടം വരികയാണെങ്കിൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യുന്നില്ല. പടം ചെയ്തില്ല എന്നല്ലേ ഉള്ളൂ. ഞാൻ സിനിമ നന്നായി കാണുന്ന ആളാണ്. എനിക്ക് മറ്റുള്ളവർ അഭിനയിച്ച സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് അസൂയൊന്നും വരാൻ പോകുന്നില്ല. എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വിഷമം തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ സിനിമകൾ കാണാം, ഇല്ലെങ്കിൽ ഇല്ല, കുഴപ്പമില്ല.